ഹലോ കൂട്ടുകാരെ, ഗായ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ജൈവ സ്ലറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ജൈവ സ്ലറി ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്, ആദ്യമായിട്ട് പച്ചച്ചാണകം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചാണകപ്പൊടിയാണ് ഇടുന്നത്. അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, നല്ല സൂപ്പർ കടലപ്പിണ്ണാക്കാവട്ടോ. വില കൂടുതലാണ്, കിലോയ്ക്ക് 70 രൂപയാണ്. ഇത് എല്ലുപൊടിയും ഇച്ചിരി വില കൂടുതലാണ്, 60 രൂപയോളം വിലയാണ് എല്ലുപൊടി. അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, ഇതിനും 60 രൂപയോളം വിലയാണ്. പിന്നെ ശർക്കര, പിന്നെ നമ്മുടെ വിറക് കത്തിച്ച ചാരം. ഇത്രയും കൂട്ടങ്ങളാണ് നമ്മൾ ഈ ജൈവ സ്ലറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ഒരാഴ്ച പഴകിയ കഞ്ഞിവെള്ളമാണ്. ഈ കഞ്ഞിവെള്ളത്തിലേക്കാണ് നമ്മളിത് ഓരോ കൂട്ടവും ഇടുന്നത്. ആദ്യം നമ്മൾ ചാരമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, ഒരു 15 ലിറ്ററോളം കൊള്ളുന്ന ഒരു ബക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു പെയിൻറ്റ് ബക്കറ്റാണ്. അതുപോലെ ഇത് എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, അതുപോലെ തന്നെ ചാണകപ്പൊടി. ചാണകപ്പൊടി, അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഇതിനകത്തിട്ടേക്കുന്നത്. അതിന് ശേഷം ഉരുണ്ട ശർക്കരയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, കഞ്ഞിവെള്ളം തികയില്ല, അത് കാരണം കൊണ്ട് നമ്മൾ കുറച്ച് നോർമൽ വാട്ടറും കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കുവാണേ. എന്നിട്ട് ഇത് ഒരു കോല് വെച്ചിട്ട് നമ്മളിത് നല്ലോണം അങ്ങ് ഇളക്കണം. ഇളക്കി യോജിപ്പിച്ച് അടച്ച് തണലിൽ വെക്കണം. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഇതിങ്ങനെ ക്ലോക്ക് വൈസിൽ ഇളക്കണം. ഇതിങ്ങനെ ക്ലോക്ക് വൈസിൽ ഇളക്കണം എന്നാണ് പറയുന്നത്. അതിനകത്ത് എന്തോ കാര്യമുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് അടച്ച് തണലിൽ വെക്കണം. വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ 7 ദിവസം വരെ നമ്മൾ രാവിലെയും വൈകിട്ടും ഇത് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് അന്നത്തേക്ക് നല്ല പാകമാകും. ദ്രാവക രൂപത്തിലുള്ള വളമാണ് എപ്പോഴും ചെടികൾ വേഗം വലിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം പുതിയൊരു വീഡിയോയുമായി നാളെ കാണാമേ.